ഇന്ന് നമ്മുടെ നാന സിസ്റ്റേഴ്സ് ഡാൻസ് സ്റ്റുഡിയോയിലെ ഗർബ നൈറ്റ് ആണ്. ഒരു വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അവിടത്തേക്ക് പോകാനുള്ള ഒരുക്കമാണിത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഗർബ ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എത്തിയപ്പോഴത്തേക്കും നയന ചേച്ചി നന്ദുവൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ടർഫിലാണ് പ്രോഗ്രാം നടക്കുന്നത്. ഓൾറെഡി അപ്പോൾ അവിടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 hour സെക്ഷനായിട്ട് ഒരു ഗർബ കൊറിയോഗ്രഫി ആയിരിക്കും പഠിപ്പിക്കുന്നത്. നയന ചേച്ചിയും നന്ദുവും കൂടെ അത് 1 മണിക്കൂർ പഠിപ്പിക്കും. അതിനുശേഷം സോങ് ഇട്ടും പ്രാക്ടീസ് ചെയ്യും. ഇതിനുശേഷം ഡാൻഡിയ സ്റ്റിക്സ് ഒക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് അടുത്തൊരു സെക്ഷനും കൂടി ഉണ്ട്. ആൻഡ് ഓൾസോ ടയേർഡ് ആവുമ്പോൾ ഒരു സ്നാക്സ് ബ്രേക്ക് കൂടി ഉണ്ടാവും. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ജ്യൂസും സമോസയും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നയനചേച്ചി കുറച്ച് ഫ്രീ സ്റ്റൈലിൽ ഇഷ്ടമുള്ളത് കളിച്ചോളാൻ പറഞ്ഞപ്പോൾ കാട്ടിക്കൂട്ടിയതാണ് ഇതൊക്കെ. ഗർബ എന്ന വാക്ക് തന്നെ ഒരു സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വന്നത്. ഇത് ഗുജറാത്തിലെ ഒരു ഫോക്ക് ടൈപ്പ് ഡാൻസ് ആയിട്ട് അവർ പെർഫോം ചെയ്യുന്നതാണ്. സർക്കിൾസിൽ നിന്നിട്ടാണ് ഇത് യൂഷ്വലി പെർഫോം ചെയ്യാറ്. മദർ ഗോഡസിനെ അല്ലെങ്കിൽ നവരാത്രിയിലാണല്ലോ ഇത് യൂഷ്വലി കളിക്കാറ്. അപ്പോൾ ഗോഡസ് ഒരു ഫെമിനൈൻ എനർജീനെ റെപ്രസെന്റ് ചെയ്താണ് ഇത് യൂഷ്വലി കളിക്കുന്നത്. മഹാഭാരതത്തിൽ പോലും ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ളൊരു പെർഫോമൻസ് കളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് അത് ലോർഡ് കൃഷ്ണ പോപ്പുലറൈസ്ഡ് ആക്കി. കുറച്ച് നോർത്ത് ഇന്ത്യൻസും വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ നാട്ടിലെ ഫെസ്റ്റിവലിനൊക്കെ ഇത് സ്ഥിരം അവർ പെർഫോം ചെയ്യുന്നതാവും. പിന്നെ പരിപാടിയൊക്കെ ഫുൾ കഴിഞ്ഞ് നമ്മൾ ഫുൾ അലമ്പായിരുന്നു. സോങ്സ് ഒക്കെ ഇട്ട് ചുമ്മാ ഡാൻസ് കളിക്കുമായിരുന്നു. പറയൂ 2 വാക്ക്. എന്നെ കാണാൻ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അമ്മയ്ക്കുള്ള ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഗർബയ്ക്ക് ഒരുങ്ങുന്നത്.